Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. Unity Center for Medical Education, Kaningad. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. പയ്യന്നൂർ നഗരവീതിയെ അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര. വിവേകാനന്ദ ബാലഗോകുലം പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച് തൊടുവന്നൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. കാണുന്നിടത്തെല്ലാം ഉണ്ണിക്കണ്ണന്മാർ, അവരോടൊത്ത് രാധികമാരും. അവതാര ലീലകളാടി ബാലഗോപാലന്മാരും രാധികമാരും പയ്യന്നൂർ കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് പരിസരത്ത് ഭക്തിയുടെ അമ്പാടിമേളം തീർത്തു. ആ താളത്തിൽ നാടിനാകെ മയിൽപ്പീലി ചന്തമായിരുന്നു. ഓരോ കൃഷ്ണഭക്തരുടെയും മനസ്സിൽ ഉണ്ണിക്കണ്ണൻ പുനർജനിച്ച ദിവ്യദിനമായി അഷ്ടമി രോഹിണി. ഒരു മയിൽപ്പീലിയോ മഞ്ഞപ്പുടവയോ ഓടക്കുഴലോ കാണുമ്പോൾ തങ്ങളുടെ മനസ്സ് കവർന്നെടുത്ത കണ്ണൻ വീണ്ടും എത്തിയെന്ന് കരുതുന്ന മുഹൂർത്തം. അമ്മമാർ കൃഷ്ണവേഷമണിയിച്ച് കുട്ടികളെ കണ്ണനാക്കി മാറ്റുന്ന ദിവസം. പയ്യന്നൂർ കൊക്കാനശ്ശേരി കണ്ണങ്ങാട്ട് പരിസരത്ത് കാണുന്നിടത്തെല്ലാം ഉണ്ണിക്കണ്ണന്മാർ മാത്രം, അവരോടൊത്ത് രാധികമാരും. അവതാരലീലകളാടി ഉണ്ണിക്കണ്ണന്മാരും രാധമാരും പയ്യന്നൂരിൽ ഭക്തിയുടെ അമ്പാടിമേളം തീർത്തു. ആ താളത്തിൽ നാടിനാകെ മയിൽപ്പീലി ചന്തമായിരുന്നു. നാടും നഗരവും അമ്പാടിയായി മാറുന്ന ദിനമാണ് ജന്മാഷ്ടമി. ഏവർക്കും ഇന്നും ഇതൊരു പുതുമയുള്ള കാഴ്ച തന്നെയാണ്. ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെയാണ് അഷ്ടമി രോഹിണി ദിനത്തിൽ ഏവരും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിൽ മുഴുകിയത്. ഇന്ന് കൃഷ്ണാഷ്ടമി. നമ്മുടെ കൂടെയുള്ളത് ഒരു കുഞ്ഞു കൃഷ്ണൻ, അതുപോലെ നിരവധി ഗോപികമാരും കൃഷ്ണന്മാരും ഇവിടെ റെഡിയാണ് ഘോഷയാത്രയ്ക്ക് വേണ്ടി. പവിത്രം കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ശോഭയാത്ര നടന്നു. പെരുവാമ്പ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ശോഭയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ഉത്തര കേരളത്തിലെ കൊച്ചു ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഓലയമ്പാടി മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ശോഭായാത്ര നടന്നു.
പെരുവാമ്പ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടെ ആരംഭിച്ച ശോഭയാത്രയിൽ നിരവധി പേർ അണിനിരന്നു. ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഗോപികമാരും കുചേലനും അടക്കം വിവിധ വേഷവിധാനങ്ങളോടെ നിരവധി കുട്ടികളും നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയിൽ അണിനിരന്നു. വിവിധയിടങ്ങളിൽ ഉറിയടിയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഉദിനൂരിന്റെ തെരുവീഥികളെ അമ്പാടിയാക്കി ബാലഗോകുലം നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ശോഭയാത്ര. ഉദിനൂർ വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് കിനാത്തിൽ ഉണ്ണികൃഷ്ണ ക്ഷേത്ര പരിസരത്തേക്ക് ശോഭയാത്ര നടത്തിയത്. വിവിധ ചലന നിശ്ചല ദൃശ്യങ്ങളോടും നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരുന്നതുമായ ശോഭായാത്ര ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് തുടക്കമിട്ടത്. വിവിധ ചലന നിശ്ചല ദൃശ്യങ്ങളോടും നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരുന്നതുമായ ശോഭായാത്രയ്ക്ക് ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് തുടക്കമിട്ടത്. കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായ ബാലഗോകുലം സംഘടിപ്പിച്ച ശോഭായാത്ര തപസ്യ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് AV സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി പ്രസിഡന്റ് EV ഭാസ്കരൻ പതാക കൈമാറി. TN നാരായണൻ അധ്യക്ഷത വഹിച്ചു. KV രാജൻ, V രമേശൻ, K രമേശൻ എന്നിവർ സംസാരിച്ചു. ഉദിനൂർ പടന്ന പ്രധാന റോഡ് വഴി കിനാത്തിൽ ഉണ്ണികൃഷ്ണ ക്ഷേത്ര പരിസരത്ത് ശോഭയാത്ര സമാപിച്ചു. N പ്രേമൻ, KV ബാബു, PP മനുരാജ്, EP ഭാസ്കരൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്തു. ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ അക്രമത്തിനെതിരെ ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി നടന്ന പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്തു. 45-ൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമാധാന സംഘടന UNO രൂപീകൃതമായത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ചെറുതും വലുതുമായിട്ടുള്ള യുദ്ധങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രമേൽ ഭീകരമായിട്ടുള്ള യുദ്ധം ഈ സമീപ നാളുകളിലാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോകത്തിൻ്റെ സമാധാനത്തെ തകർക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒത്താശയും കൈമുതലാക്കിക്കൊണ്ട് ഈ ലോകത്തിനകത്തെ ലോക പോലീസ് ചമയുകയാണ് അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്നത്. ഇസ്രായേൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി, നേരത്തെ സ്വാഗത ഭാഷണം സൂചിപ്പിച്ചുവല്ലോ, കുറേ കാലമായി പാലസ്തീനെ ആക്രമിക്കുകയാണ്. അതിനുശേഷം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി. ഇപ്പോൾ ഏറ്റവും അവസാനം ഖത്തറിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. കിരൺ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PV ശിവശങ്കരൻ, M സജേഷ്, E സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രാമന്തളി കോടിയത്ത് പടിഞ്ഞാറേ വീട്ടിൽ ഗൗരിയമ്മ 77-ാം വയസ്സിൽ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് തുല്യതയ്ക്ക് പഠിക്കുന്ന തിരക്കിലാണ്. ഒക്ടോബറിൽ നടക്കുന്ന പരീക്ഷ എഴുതി പാസ്സാകണം. അതാണ് ഗൗരിയമ്മയുടെ ലക്ഷ്യം. ടീച്ചറെ, ഏച്ചിക്ക് ചോറുണ്ട്. ഇത് പയ്യന്നൂർ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി നടത്തുന്ന 10ാം തരം തുല്യതാ ക്ലാസ്സാണ്. ഇവിടെ 77 വയസ്സുള്ള ഗൗരി എന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട്. അവരെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയുണ്ട് സാക്ഷരതാ ക്ലാസ്? നല്ല ക്ലാസ്സായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ വയസ്സിലും പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നിയത്? അത് SSLC പാസ്സാവണ ഒരാഗ്രഹം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു.
അത് ഇപ്പോൾ നടക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് വന്നു. എങ്ങനെയാണ് ആ വിദ്യാഭ്യാസം, പണ്ടത്തെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടത്? പണ്ടത്തെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടത് 13-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞു. പിന്നെ പുന്നാകടവ് പാലോ ഒന്നും ഒരു സൗകര്യമൊന്നുമില്ല. ഹൈസ്കൂൾ രാമന്തളിയില്ല. പിന്നെ പയ്യന്നൂർ വരണം, യാത്രാ സൗകര്യം കുറവാണ്. അങ്ങനെ പിന്നെ കുടുംബങ്ങളായി, പിന്നെ നോക്കലായി, പിന്നെ ഒരു കൃഷിയിലെ സ്ഥലത്താണ് കൊണ്ടുപോയത്, കൃഷിപ്പണിയായി. അങ്ങനെ ഒപ്പിച്ചിട്ട് പോയി. പക്ഷേ പഠിക്കണം എന്നുള്ള ആഗ്രഹം എപ്പോൾ മനസ്സിലുണ്ടായിരുന്നു. അതെപ്പോഴും അച്ഛനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെ പഠിപ്പിച്ചില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴാണ് സൗകര്യം കിട്ടി, അത് മനസ്സിലിങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ പഠിക്കാൻ എളുപ്പമാണോ, അല്ല പഠിക്കാൻ പറ്റുന്നുണ്ടോ, എങ്ങനെയാണ്? ചില വിഷയങ്ങളെല്ലാം നല്ലതാണ്, ചില വിഷയങ്ങൾക്ക് വിഷമമുണ്ട്. അങ്ങനെ വായിച്ചു നോക്കണം, പരീക്ഷ എഴുതാൻ പറ്റുമോ. അപ്പോൾ എങ്ങനെയുണ്ട് ഗൗരി ചേച്ചി എന്ന വിദ്യാർത്ഥിനി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്? വിദ്യാർത്ഥി, ഒരു അമ്മ എന്തായാലും ഉപരി വളരെയധികം അടുപ്പായി ഈ ഒരു ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ ഏറ്റവും ബ്രൈറ്റായിട്ടുള്ളൊരു സ്റ്റുഡൻ്റാണെന്ന് ഗൗരിയമ്മ എന്നേ പറയാൻ പറ്റും. കാരണം എല്ലാറ്റിലും, കലാരംഗത്തായാലും എല്ലാ പഠനരംഗത്തും ഒട്ടും പുറകോട്ടല്ല. വന്ന ദിവസം മുതൽ ക്ലാസ്സിൽ ഫ്രണ്ട് സീറ്റിൽ നിന്ന് പുറകോട്ടേക്ക് മാറിയിരുന്നിട്ടില്ല. അപ്പോൾ ആ ഒരിത് അവരുടെ മൊത്തത്തിൽ കാണാനുണ്ട്. എപ്പോഴും എല്ലാം ക്ലാസ്സിൽ നല്ലൊരു ഊർജ്ജസ്വലയായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ടീച്ചർ ഇപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല അതേപോലെ പഠിക്കാനും എല്ലാം വിഷമമില്ലാണ്ട് മനസ്സിലാക്കാനും? വിഷമമുണ്ട്, ഇങ്ങനെ പഠിച്ച് നോക്കാം, പഠിച്ച് പരീക്ഷിക്കാൻ പറ്റുമോ നോക്കാം. രാമന്തളി കോടിയത്ത് പടിഞ്ഞാറേ വീട്ടിൽ ഗൗരിയമ്മ 77-ാം വയസ്സിൽ പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് തുല്യതയ്ക്ക് പഠിക്കുന്ന തിരക്കിലാണ്. ഒക്ടോബറിൽ നടക്കുന്ന പരീക്ഷ എഴുതി പാസ്സാകണം, അതാണ് ലക്ഷ്യം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിവാഹിതയായതും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പയ്യന്നൂരിലായതിനാൽ യാത്രാ സൗകര്യത്തിന്റെ അപര്യാപ്തതയും മൂലം തുടർ വിദ്യാഭ്യാസം എന്ന ഗൗരിയമ്മയുടെ ആഗ്രഹം ഉപേക്ഷിച്ചു. ഭർത്താവ് കൊഴുമ്മൽ കൃഷ്ണൻ നായർ അധ്യാപകനായിരുന്നു. പഠിക്കാനുള്ള മോഹം അല്പം പോലും കുറയാതെ മനസ്സിൽ കൊണ്ടു നടന്നു. പ്രായം കൂടുന്തോറും പഠിക്കണം എന്ന മോഹം വർദ്ധിച്ചു. അങ്ങനെ സാക്ഷരത തുല്യതാ പരീക്ഷയ്ക്ക് ചേരാൻ ആഗ്രഹിച്ചു. എന്നാൽ 7ാം തരം ജയിച്ച സർട്ടിഫിക്കറ്റ് ഇല്ലാതിരുന്നത് ഇതിന് പ്രതിസന്ധിയായി. ഒരുപാട് കടമ്പകൾക്ക് ശേഷമാണ് 7ാം തരം കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് നേടിയതെന്നും സാക്ഷരതാ കോർഡിനേറ്ററായ അനീഷ് പറയുന്നു. ഏറ്റവും മുതിർന്ന പഠിതാവായിട്ടുള്ള ഗൗരി ആണ് നമ്മളെ ഇന്നത്തെ ഇവിടുത്തെ താരം. രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഏതാനും ദിവസം മുമ്പ് ഗൗരി എന്നെ വിളിച്ചു. എനിക്ക് 10ാം തരം എഴുതാൻ താല്പര്യമുണ്ട്, പഞ്ചായത്ത് നമ്പർ സംഘടിപ്പിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നത്. 10ാം തരം എഴുതാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? എനിക്ക് 70 വയസ്സ് കഴിഞ്ഞു. ഞാൻ അങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് 7ാം തരം പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഒരു ഫോട്ടോയും ആധാറിൻ്റെ കോപ്പിയും 7ാം തരം സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിനെക്കുറിച്ച് അവർ ബോധവതിയായത്. കൈയൊടിഞ്ഞപ്പോൾ പോലും ഗൗരിയമ്മ ഒരു ക്ലാസ് പോലും നഷ്ടപ്പെടുത്തിയിട്ടില്ലെന്നും ഏത് പ്രതികൂല സാഹചര്യത്തിൽ പോലും മുടങ്ങാതെ ക്ലാസ്സിന് വരുമെന്നും പഠിക്കാനുള്ള താല്പര്യം തന്നെയാണ് ഗൗരിയമ്മയുടെ വിജയമെന്നും തുല്യതാ ക്ലാസ് ടീച്ചറായ സിമി ടീച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു. ഒറ്റ ക്ലാസ്സും ഒരു മിസ്സാക്കലില്ല. പിന്നെ ഒരു പ്രാവശ്യം കൈ പൊളിഞ്ഞിട്ടുണ്ടായിന്. കൈയിൻ്റെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. അത് ആ സമയത്ത് പോലും ആ കൈ ഇങ്ങനെ പിടിച്ചിട്ടാണ് ക്ലാസ്സിൽ വന്നിരിക്കുക. ഒറ്റൊരു ക്ലാസ് മിസ്സാക്കുന്നില്ല. പ്രയാസമുണ്ട് ടീച്ചറെ എന്ന് പറയും, എന്നാലും ഞാൻ പഠിച്ചെടുക്കാം ടീച്ചറെ. ഞാൻ പറയും നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറയലുണ്ട്. ചെറുപുഴ ചുണ്ടയിൽ നിന്ന് പോലും പയ്യന്നൂരിലെ ഈ തുല്യതാ ക്ലാസ്സിൽ എത്തുന്നവരുണ്ട്. അതുപോലെ തുല്യതാ ക്ലാസ്സിൽ ദമ്പതികളായ അനിൽകുമാറും ധന്യയും ഉണ്ടെന്നതും കൗതുകകരമായ കാഴ്ചയാണ്. മക്കളായ ഹൈക്കോടതി അഭിഭാഷകൻ പ്രദീപും ലത, പ്രേമ, ജയശ്രീ, ജലജ എന്നിവരും അമ്മയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ട്. ശങ്കരനാരായണ ഗൗരി രമരമണ. ഏജ് ഈസ് നോട്ട് എ ബാരിയർ എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചവരാണ് ഇവരെല്ലാം. പ്രായം ഒരു തടസ്സമല്ല വിദ്യാഭ്യാസം നേടാൻ എന്നത് ഇവരുടെ ഉറച്ച വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ ജീവിതത്തിലെ എല്ലാ പരീക്ഷകളിലും വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പെരളം AKG വായനശാലയിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെരളം AKG വായനശാലയിൽ നടന്ന കലാമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. 15 ലക്ഷം രൂപയോളം
ഗ്രാമപഞ്ചായത്ത് നീക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി 10-20 ലക്ഷത്തോളം രൂപ ഒരു വർഷം പഞ്ചായത്ത് പട്സ് സ്കൂളിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിരവധി സേവനങ്ങളാണ് നമ്മുടെ സ്കൂളിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മാതൃകാപരമായി സംരംഭം തുടങ്ങിക്കഴിഞ്ഞു. നോട്ട് ബുക്ക് നിർമ്മാണം, അതുപോലെ ചവിട്ടി നിർമ്മാണം, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ അവരെ രക്ഷിതാക്കളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് PTA ഒക്കെ ഏറ്റെടുത്തുകൊണ്ടാണ് മാതൃകാപരമായ രീതിയിൽ നമ്മുടെ വിദ്യാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികൾ മാത്രമല്ല, മുനിസിപ്പാലിറ്റി അതുപോലെ സമീപ പഞ്ചായത്തുകളുടെ കുട്ടികളടക്കം നമ്മുടെ വിദ്യാലയത്തിലെത്തി അവിടെയുള്ള എല്ലാ സേവനങ്ങളും, അവിടെ സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. ചടങ്ങിൽ PV രമേശൻ അധ്യക്ഷനായി. C ബാലകൃഷ്ണൻ, സുജാത PK, T തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. മാടായി തിരുവർക്കാട്ടുകാവിലെ വാതിൽമാടം ബലിക്കൽപുര പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള ചെമ്പ് പതിക്കൽ പ്രവൃത്തിക്ക് തുടക്കമായി. ക്ഷേത്രം നവീകരണ സമിതിയും ദേവസ്വവും ചേർന്നാണ് പ്രവൃത്തി നടത്തുന്നത്. ഉത്തര കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് മാടായിക്കാവ്. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിലെ വാതിൽമാടത്തിന്റെയും ബലിക്കൽപുരയുടെയും നവീകരണം ക്ഷേത്ര നവീകരണ സമിതിയുടെയും ദേവസ്വത്തിന്റെയും നേതൃത്വത്തിൽ നടന്നുവരികയാണ്. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ വാതിൽമാടം, ബലിക്കൽപുര എന്നിവയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ 2018 ആരംഭിച്ചത്. 4 കോടി രൂപയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന എസ്റ്റിമേറ്റ് മലബാർ ദേവസ്വം ബോർഡ് അംഗീകരിക്കുകയും 90% പ്രവൃത്തി പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയുമാണ്. ഏകദേശം 3,50,00,000 രൂപയോളം ക്ഷേത്ര നവീകരണ സമിതി പ്രവൃത്തി നടത്താൻ ചിലവഴിച്ചു. എസ്റ്റിമേറ്റ് സമർപ്പിച്ച തുകയുടെ 40% 85 ലക്ഷം രൂപ ദേവസ്വത്തിൽ നിന്നും അനുവദിച്ച് കിട്ടിക്കഴിഞ്ഞു. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് മാടായിക്കാവ് ക്ഷേത്ര നവീകരണ സമിതിയുടെയും ദേവസ്വത്തിൻ്റെയും നേതൃത്വത്തിൽ വാതിൽമാടം ബലിക്കൽപുര പുനരുദ്ധാരണ പ്രവൃത്തിയാണ് നടന്നു വരുന്നത്. ഇന്ന് പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായുള്ള ചെമ്പ് പതിക്കൽ പ്രവൃത്തിയുടെ ആരംഭമാണ് ഇന്നിവിടെ കുറിച്ചിരിക്കുന്നത്. തളിപ്പറമ്പ് മെറ്റൽ സൊസൈറ്റിയാണ് അതിൻ്റെ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. ഏകദേശം 5 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ പ്രവൃത്തിയുടെ ഉദ്ഘാടനം, സമർപ്പണ കർമ്മം ഡിസംബറോടെ പൂർത്തീകരിക്കുക എന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടന്നു വരുന്നത്. ജനുവരിയോടെ സമർപ്പണ ചടങ്ങ് വളരെ വിപുലമായ രീതിയിൽ നടത്തണം എന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. വാതിൽമാടം ബലിക്കൽപുരയുടെ പ്രവൃത്തിക്ക് നേതൃത്വം നൽകുന്നത് ചെറുതാഴം VV ശങ്കരനാചാര്യാണ്. കരിങ്കൽ തൂണുകളുടെ പ്രവൃത്തികൾ നിർവഹിക്കുന്നത് കർണാടക സ്വദേശിയായ ശില്പി സദാശിവമാണ്. ദാരുശില്പങ്ങളുടെ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകുന്നത് പവിത്രൻ കേരളവർമ്മൻ പരിയാരമാണ്. പ്രകൃതി ചായങ്ങൾ കൊണ്ടുള്ള പെയിന്റിംഗ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് മനോജ് തൃക്കരിപ്പൂരാണ്. ഏകദേശം 5 കോടിയോളം ചിലവ് പ്രതീക്ഷിക്കുന്ന വാതിൽമാടം ബലിക്കൽപുരയുടെ 90% പൂർത്തീകരിച്ചു കഴിഞ്ഞു. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവിലെ വാതിൽമാടവും ബലിക്കൽപുരയും ദാരുശില്പ ഭംഗിയുടെയും പുരാണ രൂപങ്ങളുടെയും സമഗ്രാവിഷ്കാരമാണ്. പ്രകൃതിദത്ത ഛായാചിത്രങ്ങൾ, ചെമ്പലങ്കാരങ്ങൾ തുടങ്ങി കലയുടെ മുഴുവൻ ഭംഗിയും ഉൾക്കൊള്ളുന്ന ചരിത്രപരമായ നവോത്ഥാന സൃഷ്ടിയായി ഇത് ഉയർന്നു വരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തെങ്ങിൽ നിന്നും വീണ് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്ന കരിവെള്ളൂർ തോട്ടിച്ചാലിലെ TV മോഹനൻ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സുമനസ്സുകളുടെ കാരുണ്യം തേടുന്നു. മോഹനന്റെ ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജോലിക്കിടെ തെങ്ങിൽ നിന്ന് വീണ് നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് മംഗലാപുരത്ത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മോഹനന് ജീവിതത്തിലേക്ക് തിരികെ വരണമെങ്കിൽ സുമനസ്സുകൾ കനിയണം. അരയ്ക്കു താഴെ പൂർണ്ണമായും തളർന്നിട്ടാണുള്ളത്. ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞു. എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഇനിയും ദീർഘകാലം ചികിത്സ തുടരേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഭാരിച്ച സംഖ്യ ചികിത്സയ്ക്കായി ചിലവായി. മോഹനൻ കൂലിവേല ചെയ്ത് ലഭിച്ചിരുന്ന വരുമാനമായിരുന്നു അമ്മയും 3 സഹോദരിമാരും അടങ്ങിയ കുടുംബത്തിന്റെ ഏക ആശ്രയം. തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ ചിലവ് താങ്ങുന്നതിനുള്ള ശേഷി മോഹനന്റെ കുടുംബത്തിനില്ല. മോഹനന്റെ ചികിത്സയ്ക്കായി K. രവീന്ദ്രൻ ചെയർമാനും
KV ജിതിൻകുമാർ കൺവീനറും CK മുരളീധരൻ ഖജാൻജിയായും ഭാരവാഹികളായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കേരള ബാങ്ക് കരിവെള്ളൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിരിക്കുന്നു. അക്കൗണ്ട് നമ്പർ 17321800120035. IFSC കോഡ് KSBK 0001737. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. തിയേറ്റർ മൂവ്മെന്റ് കണ്ണൂരിന്റെ ആഭിമുഖ്യത്തിൽ ശശിധരൻ കോക്കാട് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കുന്നുംപുറം ദേശീയ കലാസമിതിയിൽ നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ നാടക പ്രവർത്തകൻ ശശിധരൻ കോക്കാട് അനുസ്മരണവും ശശിധരന്റെ പേരിൽ പിലാത്രയിലെ നാടക കൂട്ടായ്മ തിയേറ്റർ മൂവ്മെന്റ് കണ്ണൂർ നൽകുന്ന പ്രഥമ നാടക പ്രതിഭാ പുരസ്കാര സമർപ്പണവും കുന്നുംപുറം ദേശീയ കലാസമിതിയിൽ നടന്നു. മുൻ MLA TV രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന് അസാധാരണമായ ഒരു മികവും കഴിവുണ്ടായി. അദ്ദേഹത്തിന് വലിയ അക്കാഡമിക് പിൻബലമൊന്നും ഉണ്ടായിരുന്നില്ല. തീഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ പാകപ്പെട്ടു വന്ന ഒരു നാടക പ്രതിഭയായിരുന്നു വേഗനായ ശ്രീ ശശിധരൻ കോക്കാട്. അകാലത്തിലാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. 48 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന് ശരാശരി 1077 വയസ്സാണ്. വളരെ അകാലത്തിൽ പൊഴിഞ്ഞുപോയ പ്രതിഭയാണ് പ്രിയപ്പെട്ട ശ്രീ ശശിധരൻ കോക്കാട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നുമെന്നും നിലനിർത്താനാണ് ഇത്തരം ഒരു പുരസ്കാരം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രീ പ്രദീപ് മണ്ടൂരിൻ്റെയും അതുപോലെ തന്നെ ഗിരീഷ് ഗ്രാമികയുടെയും നാടകങ്ങൾ, ആ നാടകങ്ങൾ ചിട്ടപ്പെടുത്തിയതിലൂടെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നാടകരംഗത്ത് ശ്രദ്ധേയനായി മാറിയത്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് ശ്രീ MV ചന്ദ്രയുടെ നേതൃത്വത്തിൽ വിശദീകരിച്ചു. ശശിയേട്ടനെ എല്ലാവർക്കും അടുത്തറിയുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് വളരെ ആധികാരികമായി സംസാരിക്കാൻ കഴിയുന്ന ഒട്ടേറെ ആളുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു അവാർഡ് മുതിർന്ന നാടക പ്രവർത്തകൻ ഇബ്രാഹിം വെങ്ങര KP ഗോപാലന് പ്രഥമ നാടക പ്രതിഭാ പുരസ്കാരം സമർപ്പിച്ചു. CM വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. മനോജ് കാന, മഞ്ജുളൻ, KU മനോജ്, KKR വെങ്ങര, AV പവിത്രൻ, ഉമേഷ് കല്യാശ്ശേരി, ഡോക്ടർ ജിനേഷ് കുമാർ എരമം, MT അന്നൂർ, സുരേഷ് ബാബു ശ്രീസ്ത, രാജീവൻ വെള്ളൂർ, AV രവീന്ദ്രൻ, ബ്രിജേഷ് കുമാർ, ഡോക്ടർ VTV മോഹനൻ, ബാബു കാമ്പ്രത്ത്, AV പുരുഷോത്തമൻ, MV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോർട്ട് റൂം നാടകം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ AI പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ AI പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു ഉദ്ഘാടനം ചെയ്തു. വിഷയങ്ങളിൽ പഠന കേന്ദ്രം നടത്തുന്ന ഇടപെടലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ഇന്നത്തെ ഈ AI ക്യാമ്പ് നമ്മളെല്ലാം ഈ പുതിയ തലമുറയെ അഭിസംബോധന ചെയ്യാതെ അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിൽ ഇടപെടാതെ ഇനി അങ്ങോട്ട് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമോ അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. ആശയമണ്ഡലങ്ങളിലുള്ള ഈ പ്രവർത്തനങ്ങൾക്കൊപ്പം നവസാങ്കേതിക രംഗത്ത് പ്രായോഗിക തലത്തിൽ സ്വയം നവീകരിക്കുക എന്നത് നമ്മുടെ ചുമതലയായി തീരുകയാണ്. സത്യത്തിൽ ഞാൻ വരെ ഈ ഒരു വിദ്യാർത്ഥിയായി നിങ്ങൾക്കൊപ്പം ഇരിക്കേണ്ടുന്ന ഒരു തലമുറയാണ്. ചടങ്ങിൽ വൈക്കത്ത് നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. T സുരേഷ് മാസ്റ്റർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഡോക്ടർ വിധു നായർ ക്യാമ്പ് നയിച്ചു. മഹേഷ് സാരംഗ് ക്യാമ്പ് കോർഡിനേറ്ററായി. വിനയൻ പിലിക്കോട് ക്ലാസ് എടുത്തു. ക്യാമ്പിലൂടെ കുട്ടികൾക്ക് AIയെ അടുത്തറിയാനും ഈ ലോകത്തേക്ക് ആദ്യ ചുവടുവയ്ക്കാനും സഹായകമായി. 60 കുട്ടികൾക്കാണ് പ്രവേശനം നൽകിയത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. 7 ഘട്ടങ്ങളിലായി കവ്വായി കായലിന്റെ ഭാഗമായ രാമന്തളി ഏറൻപുഴയിൽ ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി ഏഴിമല AKG സ്മാരക കലാകായിക വേദിയുടെ സഹകരണത്തോടെ നടത്തിവന്ന ജലസുരക്ഷാ ക്യാമ്പയിൻ സമാപിച്ചു.
136 പേർക്ക് CPR ഉൾപ്പെടെയുള്ള ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം നൽകിയാണ് ക്യാമ്പയിൻ സമാപിച്ചത്. ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ജൂലൈ 25-നാണ് കവ്വായി കായലിന്റെ ഭാഗമായ രാമന്തളി ഏറൻപുഴയിൽ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ജലസുരക്ഷാ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് 7 ഘട്ടങ്ങളിലാണ് ക്യാമ്പയിന്റെ ഭാഗമായുള്ള വിവിധ പരിശീലനങ്ങൾ നടന്നത്. ഡോക്ടർ ചാൾസൺ ഏഴിമലയ്ക്കൊപ്പം തിരുവനന്തപുരം വിന്നർലാൻഡ് സ്പോർട്സ് അക്കാദമിയുടെയും ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റിയുടെയും ചീഫ് ട്രെയിനർ ഡോക്ടർ B സാനുവും പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകി. 2 കിലോമീറ്റർ കായൽ ക്രോസിംഗ് നീന്തൽ, കയാക്കിംഗ് പരിശീലനം, നാടൻ വള്ളം തുഴയൽ, യന്ത്രവൽകൃത യാനങ്ങളിൽ പരിശീലനം, ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം, CPR ഉൾപ്പെടെയുള്ള പ്രാക്ടിക്കൽ ക്ലാസുകൾ എന്നിവയിലാണ് ഈ ദിവസങ്ങളിൽ പരിശീലനം നൽകിയത്. ശാരീരിക മാനസിക പരിമിതികളുള്ള 6 വയസ്സുകാരൻ മുതൽ 50കാരി വരെയുള്ള 136 പേരാണ് ഈ ക്യാമ്പയിനിൽ പരിശീലനം പൂർത്തിയാക്കിയത്. ആയാസരഹിതമായി ദീർഘദൂരം നീന്താനും സ്വയം രക്ഷയ്ക്കു പുറമെ ജല അപകടങ്ങളിൽപ്പെടുന്നവരെ ആഴങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടുത്താനുള്ള പരിശീലനമാണ് വിവിധ ഘട്ടങ്ങളിലായി ഇവർക്ക് നൽകിയത്. ജലസുരക്ഷാ ക്യാമ്പയിൻ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. മാതൃകയാവുന്ന രീതിയിലാണ് ഒരു വലിയ സന്ദേശം ജനങ്ങൾക്കാകെ നൽകുന്നതിൻ്റെ ലക്ഷ്യത്തോടു കൂടി ചാൾസൺ നീന്തൽ അക്കാദമി ഈ ലോക മുങ്ങിമരണ നിവാരണ ദിനത്തിൻ്റെ ഭാഗമായി 6 സെഷനുകളിലായി നടന്നിട്ടുള്ള പരിശീലനങ്ങൾ അത് നീന്തലെ പുസ്തകത്തിൽ പഠിപ്പിക്കുകയല്ല. ചിലപ്പോൾ വെള്ളത്തിൽ ഇതുവരെ ഇത്രയും വലിയ ജലാശയത്തിലൊന്നും ഇറങ്ങാത്തവരെ ആ വെള്ളത്തിൽ ഇറക്കിയാണ് അവരെ ഏറ്റവും സുരക്ഷിതമായ നിലയിൽ ഏറ്റവും ഉറച്ച മനസ്സോടുകൂടി ഏത് പ്രയാസം വന്നാലും അഭിമുഖീകരിക്കാനുള്ള കരുത്തോടുകൂടി പരിശീലനം നൽകി സ്വയം രക്ഷയ്ക്കും മറ്റുള്ളവരുടെ രക്ഷയ്ക്കും പര്യാപ്തമാവുന്ന രീതിയിലുള്ള പരിശീലനത്തോടു കൂടിയിട്ടാണ് ഈ ഒരു 6 ഘട്ട പരിശീലന പദ്ധതി ഈ 7ാം ഘട്ടത്തോടു കൂടി ഇന്നിവിടെ സമാപിക്കുന്നു. ഡോക്ടർ ചാൾസൺ ഏഴിമല, വാർഡ് മെമ്പർ KP ദിനേശൻ, OK ശശി, CD ഷിജോ, P സന്തോഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഇടപാടുകാരുടെ സംഗമം സംഘടിപ്പിച്ചു. ആണൂർ കൃഷ്ണപിള്ള വായനശാലയ്ക്ക് സമീപം നടന്ന സംഗമം KCU സംസ്ഥാന കമ്മിറ്റി അംഗം T തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആണൂർ ശാഖാപരിധിയിലെ ഇടപാടുകാരുടെ സംഗമവും ആദ്യകാല മെമ്പർമാരെ ആദരിക്കലും സംഘടിപ്പിച്ചു. ആണൂർ കൃഷ്ണപിള്ള വായനശാലയ്ക്ക് സമീപം നടന്ന സംഗമം KCU സംസ്ഥാന കമ്മിറ്റി അംഗം T തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീ PR കുറുപ്പ് കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാസാക്കിയെടുക്കുകയും ചെയ്ത 1969 കേരള സഹകരണ സംഘം നിയമമാണ് ഇന്ന് കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് അടക്കമുള്ള ഈ കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും ബാധകമായിട്ടുള്ളത്. ആ സഹകരണ നിയമം കേവലം ഒരു സംഘത്തിന് മാത്രം ബാധകമായതല്ല. ആ സംഘത്തിലെ ഭരണസമിതി, ജീവനക്കാർ, ഏറ്റവും പ്രധാനമായി അതിലെ മെമ്പർമാർ, ഇവർക്കെല്ലാം ബാധകമായിട്ടുള്ള ഒരു നിയമമാണ് കേരളത്തിലെ സഹകരണ സംഘ നിയമം എന്ന് പറയുന്നത്. ഇതിനോട് കിടപിടിക്കാൻ ഇന്നേ വരെ ഈ രാജ്യത്ത് മറ്റൊരു നിയമത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്രയും സമഗ്രമായ ഫലപ്രദമായ ഒരു സഹകരണ നിയമമാണ് 1969 കേരള സഹകരണ സംഘം നിയമം എന്ന് പറയുന്നത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. PP ഭരതൻ, അബ്ദുൽ കലാം M, AK രമ, K ദിനേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ മൂരിക്കോവിൽ ബദർ മസ്ജിദ് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടത്തി. ഘോഷയാത്രയെ സംഘം കലാസാംസ്കാരിക വേദി പ്രവർത്തകർ സ്വീകരിച്ച് മധുരപലഹാരങ്ങളും ശീതളപാനീയവും നൽകി. പയ്യന്നൂർ മൂരിക്കോവൽ ബദർ മസ്ജിദ് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടത്തി. ഘോഷയാത്രയിൽ പങ്കെടുത്തവരെ മൂരിക്കോവൽ സംഘം കലാസാംസ്കാരിക വേദി പ്രവർത്തകർ സ്വീകരിച്ച് മധുരപലഹാരങ്ങളും ശീതളപാനീയവും നൽകി. ബദർ മസ്ജിദ് പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര സത്യനാട്സ് പരിസരത്തെത്തി പിന്നീട് തിരിച്ച് ബദർ മസ്ജിദ് പരിസരത്തു തന്നെ സമാപിച്ചു. മൂരിക്കോവൽ ബദർ മസ്ജിദിന്റെ ആഭിമുഖ്യത്തിൽ ഇത് ആദ്യമായാണ് നബിദിന ഘോഷയാത്ര നടത്തുന്നത്.
ഇനി വരും വർഷങ്ങളിലും നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്ര നടത്തിയാൽ ഇതുപോലെ സ്നേഹ സ്വീകരണം ഒരുക്കുമെന്ന് സംഘം കലാ സാംസ്കാരിക വേദി പ്രവർത്തകർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പോലീസ് സേനാംഗങ്ങളും വിരമിച്ചവരും ചേർന്ന് രൂപം കൊടുത്ത തൃക്കരിപ്പൂർ പോലീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. ഓണത്തിനിടയിലെ ചുമതലകൾക്ക് ശേഷം സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. അത്തപ്പൂക്കളമൊരുക്കിയും കലാസാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചും ഓണസദ്യ വിളമ്പിയുമാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. നടക്കാവ് യുദ്ധസ്മാരകത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. റിട്ടയറായ ആൾക്കാരോട് പല ആൾക്കാരോടും സംസാരിച്ചിട്ടായിട്ട് ഏറ്റവും നല്ല ആത്മാർത്ഥമായ ജോലി ചെയ്ത റൈറ്റർമാർ നല്ല ആൾക്കാരോട് സംസാരിച്ചിട്ടായിട്ടാകുമ്പോൾ അവർ പങ്കുവെച്ച സങ്കടകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ റിട്ടയർ ചെയ്തതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവർ നേരിട്ട ദുരനുഭവങ്ങളാണ്. ആ ദുരനുഭവത്തിന് ഏറ്റവും നല്ല പരിഹാരം ഈ മോഡലാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം സർവീസിലുള്ളവരും റിട്ടയറായാലും ഒന്നിച്ചു ചേരുമ്പോൾ അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു കേട്ടാൽ ഞാൻ അങ്ങനെ വരുന്നുണ്ട്. നമ്മൾക്ക് പരിചയമുള്ള ഒരാളെങ്കിലും അവിടെ ഉണ്ട്. കാരണം നമുക്കറിയാം എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാകുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കാണുന്നത് ചിലപ്പോൾ GD പാരാവകത്താർക്കാരായിരിക്കും, ചെറുപ്പക്കാരായിരിക്കും. തൃക്കരിപ്പൂർ പോലീസ് ക്ലബ്ബ് പ്രസിഡന്റ് KPV രാജീവൻ അധ്യക്ഷത വഹിച്ചു. ചന്ദര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ KV ഗംഗാധരൻ, സെക്രട്ടറി T തമ്പാൻ, A ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ സബ് ഇൻസ്പെക്ടർ വൈക്കത്തെ T തമ്പാനെ ചടങ്ങിൽ ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മുനീർ എ റഹ്മാന്റെ സന്തോഷം സാധ്യമാണ് പുസ്തക പ്രകാശനം പുതിയങ്ങാടി CH മുഹമ്മദ് കോയ സ്മാരക ലൈബ്രറി ഹാളിൽ നടന്നു. പുസ്തകം ശില്പി KKR വെങ്ങരയിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഏറ്റുവാങ്ങി. മാടായിയിൽ ജനിച്ച് മാടായി GMUP സ്കൂൾ, പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക പഠനം, ചരിത്രം, മനഃശാസ്ത്രം എന്നിവയിൽ ബിരുദാനന്തര ബിരുദം എന്നിവ നേടി അധ്യാപകൻ, പരിശീലകൻ, എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ, വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് മുനീർ എ റഹ്മാൻ. ആനുകാലികങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും സെൽഫ് പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമുകളിലും സജീവമാണ്. 20ലേറെ കഥാസമാഹാരങ്ങളുടെയും നിരവധി മാഗസിനുകളുടെയും എഡിറ്റിംഗ് ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. 2006 മുതൽ ദുബായിൽ ജോലി ചെയ്യുന്നു. UAE കല, സാമൂഹിക, വിദ്യാഭ്യാസ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും സജീവമാണ് ഇദ്ദേഹം. വായനയുടെ രസതന്ത്രം എന്ന പുസ്തകം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന് പേരക്ക വൈജ്ഞാനിക പുരസ്കാരവും നേടിയിരുന്നു. സന്തോഷം സാധ്യമാണ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മുനീർ എ റഹ്മാൻ പറഞ്ഞു. സന്തോഷം സാധ്യമാണ് എന്ന എൻ്റെ ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മോട്ടിവേഷണൽ മനഃശാസ്ത്രം, മോട്ടിവേഷൻ ആയി ബന്ധപ്പെട്ട ഒരു വൈജ്ഞാനിക ഗ്രന്ഥം ആണ് ഇത്. ജീവിതത്തിൽ പോസിറ്റീവ് തിങ്കിങ്, ശുഭാപ്തി വിശ്വാസം അത് വളർത്തിയെടുക്കുന്നതിനുള്ള മനഃശാസ്ത്രപരമായ ശാസ്ത്രീയ മാർഗങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കുന്നതിനുള്ള കാഴ്ചപ്പാടുകളാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ശാസ്ത്രീയമായ രീതികളെ വളരെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ്. പേരക്ക ബുക്സാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ പുസ്തകം ഏറ്റുവാങ്ങി. AV അബ്ദുൽ നാസർ, പ്രൊഫസർ B മുഹമ്മദ് അഹമ്മദ്, K മുസ്തഫ, സഹീദ് SV, T അബ്ബാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്നൂർ UP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ചിത്രോത്സവം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഡോട്ട് ചിത്രകാരൻ സുരേഷ് അന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നൂർ UP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി ചിത്രോത്സവം ശില്പശാല പൂർവ്വ വിദ്യാർത്ഥിയും ഡോട്ട് ചിത്രകാരനുമായ സുരേഷ് അന്നൂർ ഉദ്ഘാടനം ചെയ്തു. എന്റെ പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ സന്തോഷം, അല്ലെങ്കിൽ ഈ കെട്ടിടം ഇവിടെ ഇപ്പോൾ സ്കൂളില് നല്ല പുതിയ കെട്ടിടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ പഴമ നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും കൃത്യതയോടുകൂടി നമ്മളെ പോലുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പണ്ടത്തെ ക്ലാസ്സും ഇതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. ഇങ്ങോട്ടാണ് കൂടുതൽ കുട്ടികളോട് പറയേണ്ടത്. മാത്രമല്ല ഏറെ പ്രിയപ്പെട്ട കാലേഷ് മാഷ്, അതുപോലെ ടീച്ചർ ഒക്കെ സെന്റ് മേരീസ് സ്കൂളിൽ LP
UP വിഭാഗം ആ സമയത്തൊക്കെ ചിത്രരചന മത്സരങ്ങളിലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ബിനേഷ് KK അധ്യക്ഷത വഹിച്ചു. ചിത്രകലാ അധ്യാപകൻ കലേഷ് കലാലിയ, ഫൈൻ ആർട്സ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ലിജ ദിനൂപ് എന്നിവർ ക്ലാസ് അവതരിപ്പിച്ചു. PU ഷിജു, നാരായണൻ പുതുമന, സുധീഷ് P, രജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവിൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം, വയോജനവേദി, കണ്ണൂർ ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ സംയുക്ത നേതൃത്വത്തിൽ റേഡിയോ പാർട്ണർ പദ്ധതി സൗജന്യ റേഡിയോ വിതരണം സംഘടിപ്പിച്ചു. ആകാശവാണി മംഗലാപുരം പ്രോഗ്രാം മേധാവി PV പ്രശാന്ത് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം, വയോജനവേദി, കണ്ണൂർ ഹെൽപ്പ് ആൻഡ് ഹീൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ റേഡിയോ പാർട്ണർ പദ്ധതിയിൽ സൗജന്യ റേഡിയോ വിതരണം നടന്നു. ആകാശവാണി മംഗലാപുരം പ്രോഗ്രാം മേധാവി PV പ്രശാന്ത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ച് റേഡിയോ വിതരണം ചെയ്തു. നമ്മളെല്ലാവരും ഒരുപക്ഷെ അനുഭവിക്കുന്നുണ്ടാവും ഒരു തരത്തിൽ മറ്റു തരത്തിൽ. ഈ ഒരു റേഡിയോ പാർട്ണർ എന്ന പദ്ധതിയെ കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ അച്ഛൻ്റെ അനുഭവം കണ്ടിട്ടാണ്. അതായത് അമ്മ മരിച്ചപ്പോൾ അച്ഛൻ കംപ്ലീറ്റ് ഒറ്റപ്പെട്ടു. അതായത് അനിയത്തിയിലും കൂടിയാണ്, അനിയത്തി ടീച്ചറാണ്, കണ്ണൂരാണ്, അവരുടെ വീട്ടിലാണ് അച്ഛനും അമ്മ ഉണ്ടായിരുന്നത്. അനിയത്തി രാവിലെ സ്കൂളിലേക്ക് പോയി ടീച്ചറാണ്, വൈകിട്ടാണ് വരുന്നത്. അത്ര വരെ അച്ഛൻ ഒരാളുടെ തടങ്കലിലാണ്. ആ ആൾ ഒരു സെർവൻ്റാണ്. ഞാൻ സെർവൻറ്റിൻ്റെ സേവനത്തെ കുറച്ച് കാട്ടിയല്ല, മറിച്ച് സെർവൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, നമ്മുടെ കുടുംബത്തിലെ അംഗമാവുന്നില്ല. അപ്പോൾ അച്ഛന് സംസാരിക്കാൻ, ലോകകാര്യങ്ങൾ അറിയാൻ പിന്നെ ഒരു വഴിയില്ല. അച്ഛനെ തേടിയിട്ട് ആരെങ്കിലും ഒരാൾ വീട്ടിലേക്ക് വരികയോ, അതായത് അച്ഛന് നഷ്ടപ്പെട്ടു പോയത് ഒരു സോഷ്യൽ കോണ്ടാക്റ്റാണ്. ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നു, ഇതൊക്കെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന സാധനമാണ്. ഒരു ക്ലബിൻ്റെ ഭാരവാഹിത്വം വഹിക്കുക, ക്ലബിൽ പങ്കെടുക്കുക, ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആക്ഷനാണ്. U സുരേശൻ അധ്യക്ഷത വഹിച്ചു. A നിഷാന്ത്, U രാധ, KKR വെങ്ങര, വൃന്ദ CH, പുഷ്പ മുരളി, AT ശാരദ, വിനീത് കുമാർ പയ്യന്നൂർ, T രമേശൻ, MP ഗിരീഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ആൾക്കാരൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരെങ്ങനെ ഒരു മാസം ജീവിക്കുക? അപ്പോൾ നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ തെക്കേമംഗലം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനം സെപ്റ്റംബർ 20 നടക്കും. മുന്നോടിയായി തെക്കേമംഗലം മണക്കാടിയിൽ വെൽനസ് സെന്ററിന് സമീപം സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. തെക്കേമംഗലം മണക്കാടി FCI ഗോഡൌണിന് എതിർവശത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മിനി ആശുപത്രി സൗകര്യത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 20 വൈകിട്ട് 5 മണിക്ക് നടക്കും. മുന്നോടിയായി മണക്കാടി വെൽനസ് സെന്ററിന് സമീപം നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. JJ സന്തോഷ്, ശശി ഇടവലത്ത്, കൗൺസിലർമാരായ M പ്രസാദ്, K ബാലൻ, ശാരിക E, വസന്ത രവി, TP അനിൽകുമാർ, മുൻ കൗൺസിലർ M പ്രദീപൻ, KV രാധ, M പ്രകാശൻ, T ഹരീഷ്, MV മോഹനൻ, PP പവിത്രൻ തുടങ്ങിയവർ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ പൂവ് കൃഷിയിൽ നിന്നും ഓണത്തിന് പൂക്കളം ഒരുക്കിയതിനൊപ്പം ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടി അമ്പലത്തിലേക്ക് പൂവ് മാലയാക്കി നൽകി. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. മാതമംഗലം കൂട്ടായ്മയുടെ പൂക്കൃഷിയിൽ നിന്നും ഓണത്തിനു മാത്രമല്ല പൂവ് കൊടുക്കാൻ സാധിച്ചത്. ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടി അമ്പലത്തിലേക്ക് പൂവ് മാലയാക്കി നൽകി. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഇനി നവമിക്കും പൂക്കൾ നൽകുവാൻ പൂക്കളുണ്ട്. രക്ഷാധികാരി രമേശൻ ഹരിത, ബൈജു പാണപ്പുഴ, ദീപേഷ് P, അഭിലാഷ് പേരൂർ, മനീഷ് KV എന്നിവരാണ് പൂക്കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. കൂക്കാനം AKG സ്മാരക വായനശാലയ്ക്ക് സമീപം സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം TA മധുസൂദനൻ MLA നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.